وبأيدينا قلت حيلتنا أدركنا. ഖമീസിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചത് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഖമീസ് എങ്ങനെയായിരിക്കണോ എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. വൽ ഔല അൻ യകൂനൽ ഖമീസു ഖലിഖൻ, ബാലിയൻ, നുരുമ്പിയതായ പഴയ വസ്ത്രം ഹത്താ ലാ യംനഉ ഉസൂലൽ മാഇ ഇലൈഹി, അതിലേക്ക് വെള്ളം ചേരലിനെ തടയാത്ത. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ മയ്യത്തിൻ്റെ ദേഹത്തിലേക്ക് വെള്ളം എത്തുന്ന കനം കുറഞ്ഞ പഴകിയതായ ഒരു തുണി എടുക്കുക. ആ തുണിക്ക് നമ്മുടെ ബനിയനിടുമ്പോൾ ആ ബനിയൻ്റെ കഴുത്തില്ലേ, ഇതേപോലത്തെ റൗണ്ട് മലയാളത്തിലുള്ള എഴുതിയ മാതിരി ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഓട്ടുണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഡബിൾ തുണി ഇട്ടാൽ മതി. പഴയ ഡബിൾ തുണി നമ്മൾ എടുക്കുന്ന 2 മടക്കുള്ള ഡബിൾ തുണി എടുത്താൽ ആ ഡബിൾ തുണിൻ്റെ സെൻറ്റർ ഭാഗം ഓട്ടയാക്കുക. ആ ഓട്ടയിൽ കൂടെ മയ്യത്തിൻ്റെ തല കടത്തിയിട്ട് ശരീരത്തിൻ്റെ മുൻഭാഗത്തുകൂടെ ഒരു ഭാഗം ഇടുക, മറ്റേ ഭാഗം ശരീരത്തിൻ്റെ ബാക്ക് കൂടി ഇടുക. നേരെ അങ്ങ് കടന്നോളും. എന്നാൽ കുളിപ്പിക്കാൻ നല്ല സുഖ. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കൈകൊണ്ട് ഇങ്ങനെ മയ്യത്തിൻ്റെ ദേഹത്തിലൂടെയൊക്കെ ശീലക്കഷ്ണത്തോടു കൂടെ കയ്യിൽ പൊതിഞ്ഞ ശീലക്കഷ്ണം കൊണ്ട് മയ്യത്തിൻ്റെ ദേഹത്തിലൊക്കെ വെള്ളം എത്തിക്കാൻ പറ്റും. അപ്പോൾ ഖമീസ് ഇടണം എന്ന് പറഞ്ഞത് എന്തിനാ? മയ്യത്തിൻ്റെ ഔറത്തിലേക്കോ മയ്യത്തിൻ്റെ ശരീരഭാഗത്തിലേക്കോ നോക്കാൻ പാടില്ല നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ രൂപത്തിലായിരിക്കണം കുളിപ്പിക്കേണ്ടത്. അപ്പോൾ ചെറിയ തോർത്തുണ്ടൊക്കെ മേലിട്ടുകാണ്ട് കുളിപ്പിക്കുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കാൻ നല്ലത്. വെള്ളാണ്ട് ഒഴിക്കുമ്പോൾ ഈ തോർത്തുണ്ട് എന്താവും, അത് നീങ്ങിപ്പോവും. പിന്നെ മയ്യത്തിൻ്റെ പൊക്കിൾ ഇങ്ങനെ കാണും. അപ്പോൾ ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ അത് ഹറാമാണ്. ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ആൾക്ക് ജീവനില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയുന്നത് മയ്യത്തിനെ കുളിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടം വയജ്ലിസുഹുൽ ഗാസിലു, ഈ കുളിപ്പിക്കുന്ന ആള് മയ്യത്തിനെ ഇരുത്തിയാൽ ഇരിക്കണ മയ്യത്താകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചൂടാറുന്നതിൻ്റെ മുമ്പ് റൂഹങ്ങട്ട് പിരിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കെണിപ്പുകളൊക്കെ മയപ്പെടുത്തണമെന്ന്. കെണിപ്പുകൾ മയപ്പെടുത്തണം എന്ന് പറഞ്ഞോടത്ത് തന്നെ പറഞ്ഞിരുന്നു മയ്യത്തിനെ ഇരുത്തണം. അതായത് ഏത് മയ്യത്ത്? മരിച്ചിട്ട് 1, 2, 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള കാര്യമാണ് മയ്യത്തിനെ, ആ മയ്യത്തായ മനുഷ്യനെ ഇരുത്തുക, കിടത്തുക, മുഴം കൈ തോളം കൈയിലേക്ക് മടക്കുക, കാലിൻ്റെ തണ്ടൻകാല് തൊടയിലേക്ക് മടക്കുക, തൊട വയറിലേക്ക് മടക്കുക. ഇങ്ങനെ എക്സസൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കാൻ നേരത്തെ ഇരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇരുത്താൻ കഴിയൂല. അല്ലെങ്കിൽ ഇങ്ങനെ ബലം പ്രയോഗിച്ചിരിക്കും. കുളിപ്പിച്ചവർക്കറിയാം. അപ്പം ഏത് രൂപത്തിലാണ് ഇരുത്തേണ്ടത്? ബിരിഫ്തിൻ, വളരെ മയത്തോടുകൂടെ. ആള് മരണപ്പെട്ടല്ലോ, അപ്പോൾ ബലത്തോടുകൂടെ അങ്ങനെ ഇരുത്തരുത്. മയത്തോടുകൂടെ ഇരുത്തണം. എങ്ങനെ ഇരുത്തണം? മാഇലൻ ഇല വറാഇഹി, ബാക്കിലേക്ക് അല്പം ചാഞ്ഞിട്ട്. ബാക്കിലേക്ക്, അത് തലയെട്ടയച്ച ബാക്കിലേക്ക് അല്പം ചാഞ്ഞിട്ട് കൊണ്ട വയറുണ്ടെടുക്കുക, വേഗം എടുക്കും. ബാക്കിലേക്ക് അല്പം ചാഞ്ഞിട്ട് എന്ത് ചെയ്യണോ? ഇരുത്തണം. അപ്പോൾ മയ്യത്തിനിങ്ങനെ ഇരുത്തുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഇരുത്തരുത്. ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ഇരുത്തണം. ഇരുത്തിയിട്ട് എന്ത് ചെയ്യണം? മയത്തോടു കൂടെ ഇരുത്തി. എന്തിനാണ് അങ്ങനെ അല്പം ബാക്കിലോട്ട് ചായുന്നത്? ഖലീലൻ, അല്പം ചാഞ്ഞിട്ടിരുത്തണം എന്ന് പറഞ്ഞത് യസ്ഹുല ഖുറൂജ മാ ഫി ബത്നിഹി, വയറ്റിൻ്റെ ഉള്ളിലുള്ള ഫുളൂലാത്തുകളൊക്കെ, മാലിന്യങ്ങളൊക്കെ പോരാൻ വേണ്ടിയിട്ടാണ്. മാലിന്യങ്ങളൊക്കെ പോരണമെങ്കിൽ എന്ത് ചെയ്യണം? വയുമിറു യുസ്റാഹു, ഈ കുളിപ്പിക്കുന്ന ആളുടെ ഇടത് കൈയിനെ ഇങ്ങനെ നടത്തണം. അല ബത്നിഹി, മയ്യത്തിൻ്റെ പള്ളൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടത്തണം. ഇങ്ങനെ നടത്തിയിട്ട് അങ്ങനെ അമർത്തി കൊടുക്കുക. ഫയുഖ്രിജു മാ ഫി ബത്നിഹി, വയറ്റിൻ്റെ ഉള്ളിലുള്ള കഞ്ഞി കുടിച്ചിട്ട് അരമണിക്കൂറായിട്ടില്ല, മരിച്ചാൽ നേരത്തെ ഒരു കഞ്ഞി കുടിച്ചാൽ മയ്യത്ത് സങ്കല്പിക്കുക. കഞ്ഞിയൊക്കെ ഉണ്ട്, തൊള്ളൻ്റെ ഉള്ളിലും ഉണ്ട്, പള്ളൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അതൊക്കെ പോരട്ടെ.
എന്തിനാണ് പോരുന്നത്? മിനൽ ഫളലാത്ത്. ഫളലാത്ത് പറഞ്ഞാൽ മാലിന്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോരണം. വയറ്റിൻ്റെ ഉള്ളിൽ കഴിച്ചതൊക്കെ ഉണ്ട്, മലം നിറഞ്ഞിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ്? ഇത് മയ്യത്ത് കട്ടിലിൽ വെച്ച് ഇവിടെ കൊടുന്നതിൻ്റെ ശേഷം പള്ളൻ്റെ ഉള്ളിൽ നിന്ന് വല്ലതും പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുളിപ്പിക്കുന്ന ആൾ വളരെ മയത്തോടെ ഞെക്കി 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 ഇയാളെ പള്ളൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോരണം. അപ്പോൾ ഇതിന് ഈ പോരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവിടെ സഹായിക്കുന്ന ആൾ നല്ലോണം പുകയിപ്പിക്കണം. ഊതോ, പൈസ ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല ഊതന്നെ വാങ്ങിയിട്ട് പുകയിപ്പിക്കണം എന്നാ. പൈസ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ വല്ല കുന്തിരിക്കോ എന്തൊക്കെ സാധനമൊക്കെ അവർ തീയിലിട്ടിട്ട് നല്ലോണം പുകയിപ്പിക്കണം. കാരണം എന്താ? മരിച്ച മയ്യത്തിൻ്റെ വയറ്റിന്ന് പോരുന്നത് ജീവനുള്ള ആളുടെ വയറ്റിന്ന് പോരുന്നതിനേക്കാൾ പൊട്ട വാസനക്കാരം, ദുർഗന്ധം നല്ലോണം ഉണ്ടാകും. അപ്പം പരിസരത്തുള്ള ആളുകൾക്ക് ശ്വസിക്കുമ്പോൾ കെട്ട വാസന വരുന്നെന്ന് പറയരുത്. അപ്പോൾ ഇവിടെ ഇയാൾ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് പോരുന്ന സാധനങ്ങളെ സഹായിക്കുന്ന ആൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊണ്ടിരിക്കണം. വെള്ളം ധാരാളം വേണം. പൈപ്പ് ഉണ്ടെങ്കിൽ നല്ല സുഖ, അങ്ങനെ വെച്ചുകൊടുത്താൽ മതി. അങ്ങനെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുക. മറ്റേ ആൾ എത്ര ആൾ പറഞ്ഞു? നമ്മൾ ഇന്നലെ 10 ആളോ 15 ആളാ? ഇന്നലെ 5 ആളാ പറഞ്ഞത്. കുളിപ്പണി എത്ര ആളാ വേണ്ടത്? 5 ആള്. 5 ആൾക്കും പണിയുണ്ട്. 5 ആൾക്കും പണിയുണ്ട്. അതിൽ ഒരാൾ ഇങ്ങനെ പുകയിപ്പിക്കുകയാണ്, മറ്റേ ആൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാളിങ്ങനെ വെള്ളം തടയിക്കൊണ്ടിരിക്കുക, പള്ളം ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കുക. ഒക്കെ അങ്ങോട്ട് പോന്ന് ഉഷാറായിട്ട് പിന്നെന്ത് ചെയ്യണം? വയലോ കത്തിഫിഹി, ഈ കുളിപ്പിക്കുന്ന ആളുടെ വലത് കൈ വെക്കണം ഈ മയ്യത്തിൻ്റെ പെരടിയിൽ. ഇപ്പം ഞാൻ അങ്ങനെ പിടിച്ച മാതിരി ഇവിടെ ഇങ്ങനെ വെക്കണം. ഇബ്ഹാമഹു, ആ മയ്യത്തിൻ്റെ കുളിപ്പിക്കുന്ന ആളുടെ തള്ളവരലില്ലേ, പെരുവരല്, ഈ വിരൽ ഇങ്ങനെ വെക്കണം. ഫി നഖറത്തി ഖഫാഹു, ആ പെരടിൻ്റെ ബാക്കിലുണ്ടാകും ഒരു ചെറിയ കുഴി, അവിടെ ഇങ്ങനെ അമർത്തി പിടിക്കുക. എന്തിനാ അങ്ങനെ പിടിക്കുന്നത്? അല്ല യമീല റഅ്സഹു, തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ഉണ്ടാവുകയെ, തിന്ന് തടിയൊക്കെ കൂടിയ മനുഷ്യനേക്കാരം നല്ല വെയിറ്റ് ഉണ്ടാകും. അപ്പോൾ കുളിപ്പിക്കുന്ന ആളെ കൈയൊക്കെ ചിലപ്പം കടയും. അപ്പോൾ കുളിപ്പിക്കുന്ന ആൾക്ക് ഇച്ചിരി മയം വേണമെങ്കിൽ ആരാകണം കുളിപ്പിക്കുന്ന ആള്? മയ്യത്തിൻ്റെ മക്കളൊക്കെ ആയാൽ നല്ല സുഖമായി. പുറമക്കാരൊക്കെ ആകുമ്പോൾ അതൊരു കടമ നിർവഹിക്കണം, ആരൊക്കെ ചെയ്യലുണ്ടാവും. നമുക്കിപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. എന്നാളൊരു മയ്യത്തിനെ കുളിപ്പരി കയറിയിട്ട് കുളിപ്പിച്ചിട്ട് കുട്ടീനെ കാണാത്ത മാതിരി മയ്യത്തിനോട് കാണണ്ടേ? എന്താ കുളിപ്പിക്കുന്നോടത്ത് മയ്യത്ത് വരാത്ത ആൾക്കാരിങ്ങനെ കാത്തിക്കുക. നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ കുളിപ്പിക്കുന്നവർക്കൊന്നും കുളിപ്പിച്ചാൽ അറിയില്ല. ഇവരൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. ലാസ്റ്റ് എന്ത് ചെയ്തു? കുളിപ്പിക്കാൻ അറിയുന്ന കുറച്ച് ആളുകൾ ഉള്ളിൽ കയറിയാണ്ട് മയ്യത്തിനെ നേരെ പോലെ കുളിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി. ഇത് പുറത്തെ ആൾക്കാരിന്ന് കാത്തിക്കല്ലേ, കുളിപ്പിച്ച് കഴിഞ്ഞോ വെച്ചിട്ട്. അപ്പോൾ മയ്യത്തിനോട് കാണിക്കുന്ന റഅഫത്ത്, കാരുണ്യം ഒക്കെ ചെയ്തുകൊണ്ട് നല്ല റാഹത്തായിട്ട് കുളിപ്പിക്കണമെങ്കിൽ ഈ വിഷയങ്ങൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേശ്ശെ മനസ്സിലാക്കി കാര്യം പോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി പറയാം. ഇപ്പം ഇങ്ങനെ ഇരുത്തി പള്ളത്തടകി വയറ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് പോന്ന് വെള്ളം ഒഴിച്ച് എങ്ങനെ മലദ്വാരം മുൻദ്വാരം ഒന്നും കഴുകി കൊടുത്തിട്ടില്ല, അതൊക്കെ നാളെ കഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രഭാത സമയത്തുള്ള ഈ അല്പനേരത്തുള്ള സംസാരം അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ദിവസത്തിലുള്ള ശുറൂറുകളൊക്കെ അല്ലാഹു തആല നീക്കി തരട്ടെ. നമ്മുടെ എല്ലാ നീയത്തുകളും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ആജിലായ ശിഫ കൊടുക്കട്ടെ. നമ്മളെ കുഞ്ഞാപ്പ ഹാജി ഇപ്പോൾ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കാൻ എല്ലാവർക്കും അറിയാം. നല്ലോണം ദ്വാരന്ന് കൊടുക്കണം. അല്ലാഹു തആല സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു തആല റാഹത്ത് കൊടുക്കട്ടെ. ഖൈറായ ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹുവേ, പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പൊന്നാനി ചമ്രവട്ടം കടവത്ത് 32 വയസ്സുള്ള ഒരു കുട്ടി, ഞാൻ ആ കുട്ടീനെ ശരിക്കും അറിയാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ടതാ. 48 ലക്ഷം രൂപ വേണം എന്നാണ് ആ കുട്ടിയുടെ ശസ്ത്രക്രിയക്ക്. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്. അതുപോലെ വലിയ സംഖ്യ വരുന്ന രോഗമൊന്നും ഞങ്ങൾക്ക് ആർക്കും തരല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. സഹായിച്ചവർക്കൊക്കെ ഒരുപാട് ഖൈറുകൾ നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മിനാരം, ഒരു മിനാരത്തിന് 6 ലക്ഷം റുപ്യ, അങ്ങനെ 2 മിനാരത്തിന് 12 ലക്ഷം റുപ്യാണ്. കുബ്ബക്ക് വേറെ ലക്ഷം റുപ്യം വേണം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വലിയ പൈസ കുറേ ഉണ്ടെങ്കിൽ
വല്ല ഡെപ്പോസിറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ പ്രഭാത സമയത്തുള്ള ഈ ക്ലാസ്സിൽ പറയുമ്പോൾ ആർക്കെങ്കിലും തോന്നുകയാണ് എനിക്കൊരു ലക്ഷം കൊടുക്കട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ തന്നോളി, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ആദ്യം മുതൽ ഇന്ന് വരെയും സഹായിച്ചവരുടെ ഓരോ സഹായങ്ങളും നീ സ്വീകരിക്കണേ റബ്ബേ. അതിൻ്റെയൊക്കെ തക്കതായ പ്രതിഫലങ്ങളെ അവരവരുടെ മരണപ്പെട്ടു പോയവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കടങ്ങളുണ്ട് എല്ലാവർക്കും. പരിശുദ്ധമായ റമളാൻ മാസം വരുന്നതിൻ്റെ മുമ്പ് തന്നെ കടം വീടാനുള്ള പോംവഴികളൊക്കെ നീ നൽകണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه